വൈദ്യുതിയാണ് ആം ആദ്മിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാമത് ഉള്ളത്. രാജ്യത്തുടനീളം 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കുമെന്നും കെജ്രിവാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇത്രയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി രാജ്യത്തിനുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പവർ കട്ട് നിലനിൽക്കുന്നുണ്ട്. മോശം ഭരണനിർവഹണം മൂലമാണിത് സംഭവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈ ഡൽഹിയിലും പഞ്ചാബിലും ഈ സ്ഥിതി തന്നെയായിരുന്നു, പക്ഷെ ഞങ്ങൾ അത് തിരുത്തുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. ഈ രണ്ടാമത്തെ വാഗ്ദാനമായി കെജ്രിവാൾ ഉയർത്തി കാണിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ഇത് രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തണമെന്നാണ് AAP നേതാവ് പറഞ്ഞിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ മെച്ചപ്പെടുത്തുമെന്നും ഇതിനായി 5 ലക്ഷം കോടി രൂപ ആവശ്യമായി വരുമെന്നും കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും പകുതി വീതം തുക ചിലവഴിക്കുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും മൊഹല്ല ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു മൂന്നാമത്തെ വാഗ്ദാനമായ ആരോഗ്യ മേഖലയെക്കുറിച്ച് കെജ്രിവാൾ നിലപാട് വ്യക്തമാക്കിയിരുന്നത്.